കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജ്വല്ലറിയോട് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 5 കോടി റുപ്യ ആവശ്യപ്പെടുകയാണ്. കൊടുത്ത കാശിന്റെ കണക്കൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഇത്രയും കാശ് പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ 5 കോടി റുപ്യ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. 5 കോടി റുപ്യ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് എനിക്ക് ഈ 5 കോടി, പക്ഷെ 5 കോടി കിട്ടിയേ പറ്റൂ. 5 കോടി കിട്ടിയേ പറ്റൂ എന്ന് പറയുമ്പോൾ ഈ ജ്വല്ലറി ഉടമ പറയുന്നത് ശരി, നിവൃത്തിയില്ലെങ്കിൽ ഈ 5 കോടി തരാം, ബാങ്ക് അക്കൗണ്ട് ആയിട്ട് തരാം. പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് പറ്റില്ല, ക്യാഷ് ആയിട്ട് തന്നെ 5 കോടി കിട്ടണം. പറഞ്ഞതിന്റെ മലയാളം കൃത്യമാണല്ലോ. ഇതെവിടെയും വരവ് വെക്കാനുള്ള കാശല്ല എന്നാണ്. അവസാനം നിർദ്ദേശിച്ച പരിഹാരം എന്താണെന്ന് അറിയോ? ഗൾഫിലെ ഒരു അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ട് വേറെ കൊടുക്കാനാണ്. അത് ഇവിടുത്തെ അക്കൗണ്ടിൽ വരുന്നല്ല. ഇതൊക്കെ ഇങ്ങനെയുള്ള 100 കാര്യങ്ങൾ കണ്ടുകൊണ്ട് വളരുന്നവരാണ് ഞങ്ങൾ. ഇതൊക്കെ കാണുകയും പലപ്പോഴും പാർട്ടി കമ്മിറ്റിക്കകത്ത് ഉന്നയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പറഞ്ഞു, ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. നിങ്ങൾ ആ ശുദ്ധമാണെന്ന് പറയുന്ന കൈകളുണ്ടല്ലോ, ആ കൈകളൊക്കെ ഒന്ന് പിടിച്ച് മണത്തു നോക്ക്. കള്ളു മണക്കും, നന്നായിട്ട് കള്ളു മണക്കും. രാഷ്ട്രീയ അധികാരമുള്ള ഒരു സംവിധാനം, ഈ സംവിധാനത്തോട് ഏറ്റുമുട്ടാൻ സാധാരണ മനുഷ്യന്, സാധാരണ കഴിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് പുറത്തു നിന്നിട്ട് അവർക്ക് ജീവിക്കാനും പറ്റില്ല. ഇന്നിപ്പോ ഒരുപക്ഷെ കുഞ്ഞികൃഷ്ണൻ സഖാവ് ഇതിനകത്തിരുന്നത് പുറത്തു വന്ന് ഇത് പറയുന്നത്, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്, ഞാൻ ഹാഷ്മിയോട് പറയട്ടെ, ഇത് ചന്ദ്രശേഖരന്റെ ചോരയുടെ ബലം കൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഇത് പറയാനുണ്ടാവില്ല. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കുഞ്ഞികൃഷ്ണൻ സഖാവ് സാമ്പത്തിക അരാജകത്വത്തിന്റെ, സാമ്പത്തികമായ തട്ടിപ്പിന്റെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. ആ തട്ടിപ്പിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമാഫിയുണ്ട്. അവരെ കുറിച്ച് കുഞ്ഞികൃഷ്ണൻ സഖാവ് ഒന്നും പറയുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തില് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ സമയത്താണ് വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾ ബാധിതരായിട്ടുള്ള ആളുകൾ, ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകാനുള്ള പണപ്പിരിവ് നടത്തുന്നത്. അപ്പോൾ ആ പണപ്പിരിവ് നടത്തി ഈ വീട് നിർമ്മാണം ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു ഘട്ടത്തിൽ. ആ സമയത്ത് ഇവർ രാഹുലിനോട് ചോദിച്ചു കൊണ്ടിരുന്നത്, ഡിവൈഎഫ്ഐയുടെ ക്രിമിനൽ ഗുണ്ടകളും CPMന്റെ സഖാക്കന്മാരും AR റഹീമിനെ പോലെയുള്ള ഡബിൾ-A സെൻസറിങ് ടീമുമൊക്കെ ചോദിച്ചുകൊണ്ടേയിരുന്നത് എന്തായിരുന്നു? പ്രളയ ഫണ്ട് മുക്കി, എവിടെ പണം എവിടെ പണം എന്നുള്ളതായിരുന്നു. ഇതേപോലെ തന്നെ സഖാക്കളും കുറേ പിരിവൊക്കെ നടത്തിയിട്ടുണ്ട്, ആ ഫണ്ടും മുക്കി എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 735 കോടി രൂപ കേരളത്തിലെ ജനം ഈ ഫണ്ടുമായി ദുരിതാശ്വാസ നിധിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ട് ആ 735 കോടി രൂപ ഇപ്പം എവിടെ എന്നുള്ളത് ആർക്കും അറിയില്ല. മനസ്സിലായില്ലേ? അതിൽ തന്നെ 400 വീടുകളാണ് നിർമ്മിച്ച് നൽകുന്നത് എന്നാണ് പറയുന്നത്. 400 വീടുകൾക്ക് ഓരോ കോടി രൂപ ചെലവഴിച്ചാലും, ഓരോ കോടി വീതം 400 വീടുകൾക്ക് ചെലവഴിച്ചാലും പിന്നെയും 335 കോടി രൂപ അവിടെ ബാക്കിയാണ് എന്നുള്ളതാണ്. അതിൽ ഞാനത് പറയുന്നത് 1 കോടി രൂപ ഒരു വീടിന് എന്തായാലും ആവില്ല, അതതിൻ്റെ മാക്സിമം പറഞ്ഞതാണ്. പക്ഷേ എന്നിട്ടും 335 കോടി രൂപ ബാക്കിയാണ്. എന്നിട്ടും ഇപ്പോഴും അവിടെ ദുരിതബാധിതർക്കുള്ള പല ആനുകൂല്യങ്ങളും എല്ലാം മുടങ്ങിക്കിടക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഈ ദുരിതാശ്വാസ ഫണ്ട് എവിടെ, ദുരിതാശ്വാസ ഫണ്ട് മുക്കി വ്യാജൻ എന്നൊക്കെ വിളിച്ച് നടന്നവർ, അവരുടെ കൂട്ടത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്, ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഖാവ് രാഷ്ട്രീയ കൊലപാതകത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘട്ടനത്തിൽ കൊല്ലപ്പെട്ടു. രാഷ്ട്രീയ സംഘടനത്തിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ കൊല്ലപ്പെടുന്ന വ്യക്തികളെ ഇവർ വിളിക്കുന്ന പേരെന്താ? രക്തസാക്ഷികൾ എന്നാണ്. ഓക്കെ, ആ രക്തസാക്ഷികള്, അവർക്ക് വേണ്ടി ആ രക്തസാക്ഷികളുടെ കണ്ണീരിന്മേൽ അല്ലെങ്കിൽ ആ സഹതാപ തരംഗത്തിൽ പിരിച്ചെടുത്ത പണം പോലും സഖാക്കള് മുക്കി നക്കി. മനസ്സിലായില്ലേ? ആ നക്കിക്കൊണ്ടിരുന്ന സഖാക്കള്, ആ രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ചെടുത്ത പണം നക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സഖാക്കള് രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിച്ചു കൊണ്ടിരുന്നത്. രാഹുലായിരുന്നു അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പറയാനുണ്ട്. കാരണം അതിപ്പോൾ മറ്റു രീതിയിൽ അവിടെ പുതിയ സ്ഥലങ്ങളൊക്കെ ഏറ്റെടുത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അവിടെ നിന്ന് വീട് നിർമ്മാണമൊക്കെ ഉള്ള അതിൻ്റെ പ്രാരംഭഘട്ടത്തിലേക്ക് അവർ കടക്കുകയും ചെയ്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ പറയുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അയ്യൻ്റെ പൊന്ന് കട്ട ആളുകൾ, രക്തസാക്ഷികളുടെ ഫണ്ട് കട്ട ആളുകൾ, ഈ ആളുകൾ തന്നെയാണ് ആര്? സഖാക്കൾ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ചോദിക്കും ഇവർക്ക് ഉളുപ്പില്ലേന്ന്. ആ ചോദ്യം തന്നെ അസ്ഥാനത്താണ് എന്നുള്ളതാണ്. ആ ചോദ്യം അസ്ഥാനത്താണ്. ആ ചോദ്യം അസ്ഥാനത്താകാനുണ്ടായ കാരണമെന്ന് പറയുന്നത്, അയ്യൻ്റെ പൊന്ന് കക്കാൻ ഗഡ്സ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്ത് രക്തസാക്ഷി? രക്തസാക്ഷി
ഇവർ രക്തസാക്ഷികളെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. പലപ്പോഴും പല സാധാരണക്കാരായ പ്രവർത്തകരും അതിൽ പെട്ടുപോയവരാണ്. ഇപ്പം ഈ രക്തസാക്ഷികളായ ആളുകളോടൊക്കെ അവർക്കെങ്ങാനും തിരിച്ചൊരു ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുമായിരുന്നെങ്കിൽ അവർ പിന്നീട് ഒരിക്കലും ഈ ആളുകളുടെ കൂടത്തിൽ നിൽക്കുമായിരുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അത് പാർട്ടിയെ വളർത്താൻ ഇവർ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന രക്തസാക്ഷികളാണ് എന്നുള്ള കാര്യത്തിലും ഒരു തർക്കമില്ല. കാരണം അത്തരത്തിൽ ചില സഹതാപ തരംഗങ്ങൾ എപ്പോഴും എല്ലായിടത്തും ആവശ്യമാണ് എന്നുള്ള തിരിച്ചറിവ് CPM-നുണ്ട്. ആ സഹതാപ തരംഗത്തിൽ പാവങ്ങളായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ജനങ്ങൾ നൽകുന്ന പണം പോലും കട്ടുമുടിച്ച് നക്കിയ ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിച്ചു കൊണ്ടിരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാനിവിടെ ഇത് പറയുമ്പോൾ എനിക്ക് ഇവരോട് ഇച്ചിരി ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ അത് ചോദിക്കാൻ തോന്നുന്നില്ല. കാരണം അയ്യൻ്റെ പൊന്ന് കക്കാൻ ഒരു മടിയും കൂടാതെ അയ്യൻ്റെ പൊന്ന് കക്കാൻ സഖാക്കൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് കക്കാൻ തയ്യാറായി എന്ന് മാത്രമല്ല, മനസ്സിലായില്ലേ, ആ കട്ടവനെ സംരക്ഷിക്കാനും തയ്യാറായി എന്നുള്ളതാണ്. കളവ് നടന്നു എന്നുള്ളത് പിണറായി വിജയന് പോലും ബോധ്യമുള്ള കാര്യമാണ്. അതിനെന്താ കാരണം? അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ പങ്ക് പിണറായി വിജയന് ലഭിച്ചിട്ടുണ്ട്. പിണറായി വിജയന് പല രീതിയിൽ പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. പിണറായി വിജയന് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ അത് പിണറായി വിജയൻ്റെ പേഴ്സണൽ പോക്കറ്റിലേക്ക് വന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെയൊക്കെ പങ്ക് പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവൻ AKG സെൻറ്റർ, പുതിയ AKG സെൻറ്ററിൻ്റെ നിർമ്മാണത്തിന് പോലും ഇതിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അയ്യൻ്റെ പൊന്നുകെട്ട ഫണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊന്നും പാർട്ടിക്ക് അറിയാത്തവരല്ല, പാർട്ടിക്ക് ഇതൊന്നും ബോധ്യപ്പെടാഞ്ഞിട്ടല്ല. അതിനൊക്കെ ഈ കള്ളന്മാർക്ക് കഞ്ഞി വെക്കലായിരുന്നു ഇവരുടെ പരിപാടി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വാസുവിൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് പത്മകുമാറിൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പോകുന്ന പോക്കിന് എവിടെ വരെ എത്തി നിൽക്കുന്നു? ഏറ്റവും ഒടുവിലായിട്ടുണ്ടായിരുന്ന PS പ്രശാന്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തി നിൽക്കുന്നു. ഇത് PS പ്രശാന്തോ അല്ലെങ്കിൽ പിണറായി വിജയനോ ഒന്നും വന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറഞ്ഞതല്ലല്ലോ അയ്യൻ്റെ പൊന്ന് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അല്ല, കോടതിയാണ് കണ്ടെത്തിയത്. ഹൈക്കോടതി ചില കാര്യങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഹൈക്കോടതിയാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കുന്നത്. അങ്ങനെയാണ് ഈ അന്വേഷണത്തിൻ്റെ പല ഘട്ടങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും കാലം ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് വരെ ഇത് എവിടെയായിരുന്നു? സഖാക്കൾ സംരക്ഷിക്കുകയായിരുന്നു, പിണറായി വിജയൻ സംരക്ഷിക്കുകയായിരുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് പിണറായി വിജയൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒരു ദേവസ്വം പ്രസിഡന്റ് ഉണ്ടാകുമെന്ന്? അതും ശബരിമലയിൽ എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് ഉണ്ടാകുമോ? ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിൽ വരുന്നതാണല്ലോ ശബരിമല. ആ ശബരിമലയിൽ ഒരു ദേവസ്വം പ്രസിഡന്റ് പിണറായി വിജയൻ്റെ അറിവോട് കൂടിയല്ലാതെ ഉണ്ടാകുമെന്ന്? അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ. N വാസുവും ഈ പത്മകുമാറും കൊള്ളയടിച്ചു, ശരി. അത് കഴിഞ്ഞ് വന്ന PS പ്രശാന്ത് ഇതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയോ? ആരോടെങ്കിലും പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയനോട് പറഞ്ഞിട്ടുണ്ട്. അത് പിണറായി വിജയനോട് പ്രശാന്ത് പറയാതെ തന്നെ പിണറായി വിജയന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ എന്നിട്ട് ഇതിപ്പോൾ പിണറായി വിജയനോട് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. PS പ്രശാന്ത് ഇതിനെതിരെ നിയമപരമായ എന്തെങ്കിലും നടപടിയെടുത്തോ? ഇല്ല. അപ്പോൾ കള്ളന്മാർക്ക് കഞ്ഞി വെക്കുകയായിരുന്നു. അതിൽ വേണ്ടിയാണ് പ്രശാന്തിനെ ദേവസ്വം പ്രസിഡന്റ് ആക്കിയത് തന്നെ. ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ എവിടെയോ അത് പുറത്തേക്ക് ചാടാതിരിക്കുമോ? അയ്യൻ്റെ പൊന്നല്ലേ കെട്ടത്, അത് പുറത്തേക്ക് ചാടാതിരിക്കുമോ? ചാടാതിരിക്കില്ല. അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ ആ പയ്യന്നൂരിൽ നിന്ന് വരുന്നു. ഒരു മനുഷ്യനെ കൊലക്ക് കൊടുത്തിട്ട് ആ സഹതാപ തരംഗത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടു. അപ്പോൾ ആ കുടുംബത്തിന് താങ്ങും തണലുമാവാൻ വേണ്ടി പാർട്ടി ഒരു പിരിവ് നടത്തുന്നു. ആ പിരിവ് നടത്തുന്നതിൽ പോലും കൊള്ളാം. ആ പിരിവ് നടത്തിയിട്ട് ആ പിരിവ് എവിടേക്കാണ് പോണത്? ഈ കൊല്ലപ്പെട്ട സഖാവിൻ്റെ വീടിലേക്കോ ആ കുടുംബത്തിനോ ആണോ? അല്ല, മറിച്ച് സഖാക്കളുടെ അണ്ണാക്കിലേക്ക്, ഇവരുടെ ചില നേതാക്കന്മാരുണ്ട്, അവരുടെ അണ്ണാക്കിലേക്ക്. ഇതൊക്കെ തിന്ന് വീർത്തിട്ട് തൂറുമ്പെങ്കിലും ഇവർക്കിത് ഓർക്കൂലേ? ആ പണമാണല്ലോ എന്ന്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരോട് ഉളുപ്പുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാൻ കഴിയില്ല. പക്ഷേ ഇവരോട് നമുക്കൊരു ചോദ്യം ചോദിക്കാം. ഈ അയ്യൻ്റെ പൊന്ന് കട്ട നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന രക്തസാക്ഷി ഫണ്ട് മുക്കിയ നിങ്ങൾക്ക്, കട്ട് നക്കിയ നിങ്ങൾക്ക് ഈ സമൂഹത്തിനോട് എന്ത് പ്രതിബദ്ധതയാ, അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. കാരണം ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റൂല. കാരണം അതുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അയ്യൻ്റെ പൊന്നെങ്കിലും കക്കാതിരിക്കുമായിരുന്നു, അല്ലേ? അപ്പോൾ ഈ സഖാക്കളാണ് രാഹുൽ മാങ്കൂട്ടം ഫണ്ട് മുക്കി, രാഹുൽ മാങ്കൂട്ടം ഫണ്ട് മുക്കി, പുനരധിവാസ ഫണ്ട് മുക്കി, വയനാട് ഫണ്ട് മുക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഉറഞ്ഞു തുള്ളി നടന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പരിഹാസപരമായ കാര്യമെന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനെ കോമഡി ആയിട്ട് തോന്നില്ല, ചിലതൊക്കെ കാണുമ്പോഴും ചിലതൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് വലിയ ചിരിയൊക്കെ വരും. അത്തരത്തിലാണ് ഇവരുടെ ഈ ചോദ്യം കേൾക്കുമ്പോൾ, അല്ലേ? അയ്യൻ്റെ പൊന്ന് കക്കാൻ എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം അവിടെയും പിന്നെയൊരു അടുത്തൊരു ചോദ്യം. ഈ രാഹുൽ മാങ്കൂട്ടം, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പ്രസിഡന്റ് ഫണ്ട് മുക്കി എന്നാണല്ലോ പറയുന്നത്. ഈ ആളുകൾ പിണറായി വിജയനല്ല കേരളം ഭരിക്കുന്നത്, പിണറായി വിജയനല്ല ആഭ്യന്തരമന്ത്രി. എന്നാൽ പിന്നെ ആ പിണറായി വിജയൻ ഈ മുക്കി എന്ന് പറയുന്നതിന് പകരം ഒരു കേസെടുത്ത് അതിൽ അന്വേഷണം നടത്തി രാഹുലിനെതിരെ നടപടി എടുത്തൂടെ, നിയമ നടപടികൾ. അതിനൊട്ട് സാധിക്കുന്നുമില്ല. അപ്പോൾ ഈ പറയുന്നതൊക്കെ ഒരുമാതിരി ഇവർ കട്ടുമുക്കി നടക്കുന്നത് അത് ഇവരുടെ സ്വഭാവമായതുകൊണ്ട്, ഈ മഞ്ഞപ്പിത്തം ബാധിച്ചാൽ മഞ്ഞയായി കാണുമെന്ന് നമ്മൾ പറയാറില്ലേ, അതുപോലെ അയ്യൻ്റെ പൊന്നുകെട്ടതും സഖാക്കളാണ്, രക്തസാക്ഷി ഫണ്ട് മുക്കിയതും നക്കിയതും സഖാക്കളാണ്. അപ്പോൾ ഈ നക്കലും മുക്കലും ഒക്കെ കാണുമ്പോൾ എന്ത് കാണുമ്പോഴും ഇവർക്ക് അതാണ് തോന്നുന്നത്. അത് ഈ മഞ്ഞപ്പിത്തം ബാധിച്ചവൻ്റെ കണ്ണ് പോലെയാണ് സഖാക്കളുടെ കണ്ണും എന്നുള്ളതാണ്.